പയ്യന്നൂരിൽ ചികിത്സയ്ക്കിടെ മരിച്ച 1.5 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കുട്ടിക്ക് അനസ്തേഷ്യ ആവശ്യമില്ലായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തവും ഓക്സിജനും എത്താത്തതാണ് മരണ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സി കെ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സി കെ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പറയൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ അനസ്തേഷ്യ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തവും ഓക്സിജനും എത്താത്തതാണ് മരണകാരണം എന്ന് പറയുന്നു. മാത്രമല്ല, ഈ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവ് വളരെ നിസ്സാരമായ മുറിവ്, അതായത് ഗൗരവമേറിയ മുറിവല്ല എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അകത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഏതാണ്ട് കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഔദ്യോഗികമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സർജറി തന്നെ ആവശ്യമില്ലായിരുന്നു എന്നാണ്. അങ്ങനെ സർജറി ആവശ്യമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അനസ്തേഷ്യ എന്ന ചോദ്യം വരുന്നു. മാത്രമല്ല, അനസ്തേഷ്യ കൊടുത്ത് 10 മിനിറ്റ് നേരത്തേക്ക് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ, ചികിത്സകൾ ഒന്നും തന്നെ നടത്തിയില്ല എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് അനസ്തേഷ്യ കൊടുത്തു, പക്ഷേ പിന്നീട് തലച്ചോറിലേക്ക് രക്തപ്രവാഹവും ഓക്സിജൻ പ്രവാഹവും എത്തുന്നതിന് വേണ്ടിയുള്ള തുടർ ചികിത്സകൾ നടത്തിയിട്ടില്ല എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അകത്ത് വ്യക്തമാകുന്നു. വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ആ 1.5 വയസ്സുകാരൻ ശരീരത്തിൽ ചെറിയൊരു മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അനസ്തേഷ്യ ആവശ്യമില്ലായിരുന്നു. അനസ്തേഷ്യ പോകട്ടെ, സർജറി പോലും ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പോൾ ആ 1.5 വയസ്സുകാരന്റെ ജീവന് ഉത്തരവാദികൾ ശരിക്കും ആരാണ്? ഇതിലൊക്കെ എന്ത് നടപടിയാണ് ഇനി നമ്മുടെ ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുക എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്.